വിശുദ്ധ ഖുർആൻ ഇൻഷാ അല്ലാഹ് എന്റെ സഹോദരിമാർക്ക് വരുന്നുണ്ട്. എന്റെ സഹോദരിമാരുടെ വിഷയം ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. ആദ്യമായി ഞാൻ പറയുന്നു, ഈ അന്യ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം, ആ പ്രേമം എന്തായാലും അത് അനിസ്ലാമികൾ, ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ജീവിതം തന്നെ നശിക്കുകയല്ലേ, ജീവിതം തന്നെ താറുമാറുകയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരിമാരെ, ഖുർആനിലെ ആൺകുട്ടികളെ പറഞ്ഞു, ഖുർആനിലെ പെൺകുട്ടി ആരാ? അതുകൂടെ പറയാം, എങ്കിലല്ലേ ന്യായമാവുള്ളൂ, എങ്കിലല്ലേ അത് ശരിയാവുള്ളൂ. കാരണം എവിടെ വന്നാലും ഉസ്താദന്മാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനും അല്ലേ, ഉസ്താദന്മാർക്ക് വളയൂരി കൊടുക്കാനും മാലയൂരി കൊടുക്കാനൊക്കെ ആരാ? സഹോദരിമാരാ. സഹോദരന്മാർ കൂടി ഒരു 100 രൂപ ഇടും. വാച്ചൊന്നും ആരും ഊരി ഇടൂല, അതൊന്നും ഇടൂല. സഹോദരിമാര് വേണം വളയൂരാൻ, അവര് വേണം മോതിരം ഊരാൻ. ഉസ്താദന്മാര് വരുമ്പോ ടയർ പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവര് എന്താ വേണമല്ലോ. അൽഹംദുലില്ലാ, ഓരോ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവിടുത്തെ ഭക്ഷണം. ഞങ്ങളുടെ നാട്ടിൽ ടയർ പത്തിരി എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ പത്തലെന്ന് പറയുന്നത് ചീമക്കൊന്നയ്ക്കാണ്. 5 പത്തല് തിന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് തിന്നും പടച്ചോനെ. അൽഹംദുലില്ലാ, ഭക്ഷണം വെച്ച് തരുന്ന, അതിനുവേണ്ടി സൗകര്യം ഒരുക്കുന്ന സഹോദരിമാർ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അല്ലാഹു തആല ദീനിനെ സ്നേഹിക്കുവാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ചതിവലകളിൽ നിന്നും പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരിമാർ, ഖുർആനിലെ പെൺകുട്ടികൾ, ഖുർആൻ പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ. ഇന്ന് സഹോദരിമാർക്ക് അതൊന്നും വേണ്ട. കാരണം അവർക്കൊക്കെ ഇന്ന് റിയാലിറ്റി ഷോ ഉണ്ടല്ലോ, റിയാലിറ്റി ഷോ. നിങ്ങളുടെ റോൾ മോഡൽ സിനിമാ താരങ്ങളല്ല, നിങ്ങളുടെ റോൾ മോഡൽ കാവ്യമാധവനല്ല, നിങ്ങളുടെ റോൾ മോഡൽ എന്റെ പ്രിയപ്പെട്ടവങ്ങനെ വെറുതെ എന്റെ ഭാര്യയിലൂടെ തട്ടമിട്ടുകൊണ്ട് മലപ്പുറത്തിന്റെ മംഗമാർ നാണമില്ലാതെ മത്സരിക്കുന്ന വെറുതെ എന്റെ ഭാര്യയിലെ പെൺകുട്ടികളല്ല. അല്ലാഹു നിങ്ങൾക്കൊരു റോൾ മോഡലിനെ തരുന്നുണ്ട്. എന്റെ സഹോദരന്മാർക്ക് അങ്ങനെയാകാൻ കഴിയുമോ? എന്റെ സഹോദരന്മാർക്ക് അങ്ങനെയാകാൻ കഴിയുമോ? ഖുർആൻ പഠിപ്പിച്ച റോൾ മോഡൽ, ഖുർആൻ പഠിപ്പിച്ച റോൾ മോഡൽ. ആ റോൾ മോഡൽ ആരാ? അവര് ദുനിയാവിൽ ഒരു വലിയ രാജകുമാരിയായി. സഹോദരന്മാർക്ക് സന്തോഷമായി. പാവപ്പെട്ടവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, അൽഹംദുലില്ലാ. ഒരു രാജകുമാരിയായിരുന്നു, രാജകുമാരി. ഒരുപാട് സമ്പത്തിന്റെ അധിപതിയായിരുന്ന ഒരു രാജകുമാരി. ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് സ്വർണം, ഒരുപാട് വസ്ത്രങ്ങൾ, ഇതെല്ലാം പടച്ചവന് വാരിക്കോരി കൊടുത്ത ഒരു രാജകുമാരി. എന്റെ പെങ്ങളെ, ആ രാജകുമാരിയാകാൻ നിനക്ക് കഴിയുമോ? അതേ നിന്റെ കുടുംബമാകുന്ന, നിന്റെ വീടാകുന്ന കൊട്ടാരത്തിലെ രാജകുമാരിയാകാൻ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രാജകുമാരിയാകാൻ എന്റെ സഹോദരി നിനക്ക് കഴിയുമോ? അതേ ഖുർആനിലെ യുവത്വം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ കടന്നു വരട്ടെ നമ്മുടെ റോൾ മോഡലായ പടച്ചവന് പരിചയപ്പെടുത്തിയ രാജകുമാരി ആരാണ്? അഭിഷേക് ബച്ചന്റെ ഭാര്യയായ ഐശ്വര്യ റായ് അല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. സിനിമാ തമ്പുരാട്ടുമാരായ രാജകുമാരിമാരല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. മുകേഷ് അംബാനി എന്ന കോടിപതിയുടെ ഭാര്യയായി താമസിച്ചുകൊണ്ട് 65 നിലയുള്ള മണിമാളികയുടെ രാജകുമാരിയായ എന്ന പെണ്ണിനെയല്ല എന്റെ പെങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ നിനക്ക് രാജകുമാരിയാക്കിയത്. കേരള സംസ്ഥാനം സന്ദർശിക്കാൻ വന്ന ചാൾസ് രാജകുമാരന്റെ രാജകുമാരിയല്ല എന്റെ പെങ്ങള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് രാജകുമാരിയായി പറഞ്ഞു തരുന്നത്. 2 ദിവസം മുമ്പ് കല്യാണം നടന്ന 500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കല്യാണം നടത്തപ്പെട്ട ലക്ഷ്മീരത്തൻ മിത്തലിന്റെ കുടുംബക്കാരിയായ രാജകുമാരിയല്ല എന്റെ പെങ്ങള് അല്ലാഹു നിനക്ക് റോൾ മോഡലായി കാണിച്ചു തരുന്നത്. പിന്നെയോ പടച്ചവൻ നിനക്ക് റോൾ മോഡലാക്കുകയാണ്. അല്ലാഹു റോൾ മോഡലാക്കി തരികയാണ്. ആർക്കും അറിയുമോ? മസലൻ ലല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുണ്ടോ? അല്ലാഹുവിന് വിശ്വമുള്ള സ്ത്രീജനങ്ങളുണ്ടോ? കൃത്യമായി നിസ്കരിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടോ? കൃത്യമായി നോമ്പ് പിടിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടോ? ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവനേക്കാൾ പ്രേമിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിനക്ക് റോൾ മോഡലാക്കി തരികയാണ്. ആരെയെന്നറിയുമോ? ഇംറഅത്തു ഫിർഔൻ. അതേ ഈജിപ്തിലെ രാജാവായിരുന്ന, ഈജിപ്തിലെ അധിപതിയായിരുന്ന, ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്ന ഫിർഔൻ എന്ന ഭയങ്കരനായ സമ്പന്നനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന, സ്വേച്ഛാധിപതിയായിരുന്ന, അക്രമത്തിന്റെ വക്താവായിരുന്ന ഫിർഔൻ എന്ന രാജാതിരാജനുണ്ടല്ലോ. ആ ഫിർഔന്റെ രാജകുമാരിയായ ആസിയ റളിയല്ലാഹു അൻഹാ, എന്റെ പെങ്ങളെ, ആ ആസിയ എന്ന രാജകുമാരി അല്ലാഹു നിനക്ക് റോൾ മോഡലാക്കുകയാണ്. കഴിയുമോ പെങ്ങളെ? 21ാം നൂറ്റാണ്ടിലെ ആസിയായി മാറാൻ, 21ാം നൂറ്റാണ്ടിലെ ആസിയ എന്ന രാജകുമാരിയായി മാറാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് കഴിയുമോ? അതേ ആസിയ കോടിപതിയാണ്. ആസിയയ്ക്ക് കൊട്ടാരമുണ്ട്, ആസിയയ്ക്ക് പരിവാരങ്ങളുണ്ട്, ആസിയയ്ക്ക് പരിചാരകരുണ്ട്, ആസിയയ്ക്ക് ആഭരണങ്ങളുണ്ട്, ആസിയയ്ക്ക് വസ്ത്രങ്ങളുണ്ട്. പക്ഷേ ആസിയയ്ക്ക് അതൊന്നും ആവശ്യമില്ല പെങ്ങളെ. ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാരി വലിച്ച് ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ടെക്സ്റ്റൈൽസും ജുവലറിയുമായി നടന്നു നീങ്ങുന്ന മലബാറിന്റെ മാപ്പിളമംഗമാരോട് ഈ വിനീതന് പറയാനുള്ളത്, അല്ലാഹു നിങ്ങൾക്ക് മാതൃകയായി തന്നുമാക്കിയ ആസിയ ഉണ്ടല്ലോ. ആസിയ അല്ലാഹു പറഞ്ഞു, ആസിയയുടെ ഗുണമെന്തെന്നറിയുമോ? ആസിയ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്. റബ്ബി ബിനിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔൻ വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ചവനേ, ഫിർഔന്റെ രാജകുമാരി ആസിയ, ഫിർഔന്റെ രാജകുമാരി ആസിയ, ഫിർഔന്റെ സഹധർമ്മിണി ആസിയ. ഈ ആസിയക്ക് ഫിർഔന്റെ ആഭരണങ്ങൾ വേണ്ട അല്ലാഹ്, ഈ ആസിയക്ക് ഫിർഔന്റെ ആഡംബരങ്ങൾ വേണ്ട അല്ലാഹ്, ഈ ആസിയക്ക് ഫിർഔന്റെ അലങ്കാരങ്ങൾ വേണ്ട അല്ലാഹ്, ഈ ആസിയക്ക് ഫിർഔന്റെ കൊട്ടാരങ്ങൾ വേണ്ട അല്ലാഹ്, ഈ ആസിയക്ക് ഫിർഔന്റെ സുഖ സൗകര്യങ്ങൾ വേണ്ട അല്ലാഹ്, ഈ ആസിയക്ക് ദുനിയാവിലെ ഒരു മ്ലേച്ഛമായ മോശമായ നൈമിഷികമായ ഒരു സുഖാസ്വാദനങ്ങളും വേണ്ട അല്ലാഹ്. പടച്ചവനെ, എനിക്ക് വേണ്ടതെന്താണെന്നറിയുമോ? ആസിയ പടച്ചവനോട് ആവശ്യപ്പെട്ടതെന്തെന്നറിയുമോ? എന്റെ പെങ്ങളെ, നിനക്കും അതിന് കഴിയട്ടെ ഒരാസിയായി മാറാൻ. 5 നേരം നിസ്കരിച്ച് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോ, പടച്ചവനെ ഞങ്ങളുടെ മഹല്ലിൽ ഏറ്റവും വലിയ വീട് തരണേ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടില് ഏറ്റവും വില കൂടിയ കാറ് തരണേ അല്ലാഹ്, എന്റെ ഭർത്താവിന് 1 കോടി മതിയാക്കണേ അല്ലാഹ്, എന്റെ മക്കള് ഡോക്ടറാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവ് മാത്രം ചോദിക്കുന്ന എന്റെ പെങ്ങളെ, ജീവിതത്തിന് മാറ്റം വരട്ടെ പെങ്ങളെ, നീയും ഒരാസിയായി മാറട്ടെ പെങ്ങളെ. ആസിയ പടച്ചവരോട് ചോദിക്കുകയാണ്, നാഥാ, ദുനിയാവിലെ ഒന്നും എനിക്ക് വേണ്ട അല്ലാഹ്, ആഭരണങ്ങൾ വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട, അഹങ്കാരങ്ങൾ വേണ്ട, വസ്ത്രങ്ങൾ വേണ്ട, കോടിക്കണക്കിന് രൂപ വേണ്ട, കൊട്ടാര സമാനമായ ബംഗ്ലാവ് വേണ്ട. പിന്നെ അല്ലാഹ് റബ്ബി ബിനിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൊട്ടാരം തരുമോ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ എനിക്കൊരു കൊട്ടാരം തരുമോ അല്ലാഹ്, എന്നെ സ്വർഗ്ഗത്തിന് രാജകുമാരിയാക്കുമോ അല്ലാഹ്, എന്റെ സ്വർഗ്ഗത്തിലേതായ
സ്വർഗം ഇഷ്ടപ്പെടുന്ന, സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, സ്വർഗത്തിന് സ്വസ്ഥമായി വിരാജിക്കുന്ന ഒരു രാജകുമാരിയാക്കുമോ അല്ലാ? സ്വർഗത്തിൽ ഒരു വീട് തരുമോ അല്ലാ? അതേ സ്വർഗത്തിന് വേണ്ടി കരഞ്ഞ ആസിയ, സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്ത ആസിയ, സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആസിയ, എന്റെ സഹോദരി നിനക്കും കഴിയട്ടെ സ്വർഗത്തിന് വേണ്ടി കരയാൻ, സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ, സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയാൻ എന്റെ പെങ്ങളെ നിനക്ക് കഴിയട്ടെ.